ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ബോംബ് വർഷം. ഭൂഗർഭ നിലയങ്ങൾ ആക്രമിച്ചത് B-2 ബോംബർ വിമാനങ്ങളിൽ. ഇനി സമാധാനത്തിന്റെ സമയമെന്ന് ഡൊണാൾഡ് ട്രംപ്. നന്ദി പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു. കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ. ഇസ്രയേൽ നഗരങ്ങളിൽ അതിരൂക്ഷ മിസൈൽ ആക്രമണം. പശ്ചിമേഷ്യയിൽ അതിസങ്കീർണ സാഹചര്യം. ഇറാന്റെ നീക്കങ്ങൾ ഉറ്റുനോക്കി ലോകരാജ്യങ്ങൾ. ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ. ഇറാൻ പ്രസിഡന്റുമായി സംസാരിച്ച നരേന്ദ്രമോദി. സുരക്ഷിതമായി തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിൽ. മലപ്പുറം സ്വദേശിനി ഫാദില. നമുക്ക് റെസ്ട്രിക്ഷൻ കുറേ തന്നെ, നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടൊക്കെ വരെ പറഞ്ഞു. സൗണ്ട് വയ്ക്കുമ്പോൾ എല്ലാവരോട് ബേസ്മെന്റ് അടിയിലേക്ക് പോകാനൊക്കെ പറയുന്നത്. നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. സൗണ്ട് മാത്രം വയ്ക്കുന്നു, അങ്ങനെയൊന്നും വലിയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ എംബസി ഒക്കെ ഒപ്പം ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ ഫുള്ള് സേഫ് ചെയ്യും. നിലമ്പൂരിന്റെ മനസ്സറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. പ്രതീക്ഷയോടെ മുന്നണികൾ. വോട്ടെണ്ണൽ ദിനത്തിൽ സമഗ്ര കവറേജുമായി ന്യൂസ് 18. രാജ്ഭവൻ സർക്കാർ പോര്. CPM BJP നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക്. കൊച്ചിയിൽ ഗവർണർക്കെതിരെ SFI പ്രതിഷേധം. തിരുവനന്തപുരത്ത് വി ശിവൻകുട്ടിക്കെതിരെ ABVP. ABVPയെ തനിക്കെതിരെ തിരിച്ചുവിടുന്നത് രാജ്ഭവൻ എന്ന ശിവൻകുട്ടി. പഹൽഗാമിൽ ഭീകരരെ സഹായിച്ച 2 പേർ അറസ്റ്റിൽ. NIA പിടികൂടിയത് പഹൽഗാം സ്വദേശികളായ പർവേസ് അഹമ്മദിനെയും ബഷീർ അഹമ്മദിനെയും. വെടിയുതിർത്തത് പാക് പൗരന്മാരായ 3 പേരെന്ന് അറസ്റ്റിലായവരുടെ മൊഴി. യുദ്ധഭൂമിയായി പശ്ചിമേഷ്യ. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക കൂടി ഭാഗമായതോടെ പശ്ചിമേഷ്യയിൽ അതിസങ്കീർണമായ സാഹചര്യമാണ്. B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത്. കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പ്രതികരിച്ചപ്പോൾ US നടപടിയിൽ ഐക്യരാഷ്ട്രസഭ ആശങ്ക രേഖപ്പെടുത്തി. സംഘർഷം തുടങ്ങി 10ാം നാളിലാണ് അമേരിക്കയുടെ നേരിട്ടുള്ള ആക്രമണം. ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളാണ് B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ദൗത്യം വിജയകരമാണെന്നും സമാധാനം വേഗത്തിൽ കൈവന്നില്ലെങ്കിൽ കൂടുതൽ ആക്രമണമുണ്ടാകുമെന്ന മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകി. A short time ago, the U.S. military carried out massive precision strikes on the 3 key nuclear facilities. Our objective was the destruction of Iran's nuclear enrichment capacity and a stop to the nuclear threat posed by the world's #1 state sponsor of terror. The strikes were a spectacular military success. Iran's key nuclear enrichment facilities have been completely and totally obliterated. Iran, the bully of the Middle East, must now make peace. If they do not, future attacks will be far greater and a lot easier. അമേരിക്കയുടേത് ശക്തമായ ഇടപെടൽ എന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. Israel has done truly amazing things. But in tonight's action against Iran's nuclear facilities, America has been truly unsurpassed. It has done what no other country on earth could do. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ഇറാൻ ആണവ പദ്ധതികളെ ബാധിച്ചിട്ടില്ലെന്ന നിലപാടിലാണ്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നയം വ്യക്തമാക്കിയ ഇറാൻ
പിന്നാലെ ഇസ്രയേലിൽ കനത്ത ആക്രമണവും നടത്തി. ടെല്ലവീവിലും ഹൈഫയിലും ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചു. US നടപടി അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും നടപടിയിൽ ആശങ്ക രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നേരിട്ട് യുദ്ധത്തിൽ പങ്കാളികളായി അമേരിക്ക ഇറാനുമേൽ മാരക പ്രഹരമേൽപ്പിച്ചതോടെ ഇനി എന്ത് എന്ന വലിയ ആശങ്കയിലാണ് പശ്ചിമേഷ്യ. അമേരിക്കയ്ക്ക് നേരെ കടുത്ത ആക്രമണത്തിലേക്ക് ഇറാൻ പോകുമോ അതോ നയതന്ത്ര വഴി തെരഞ്ഞെടുക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഇറാനിലെ ആണവ നിലയങ്ങൾ തകർക്കുക എന്നത് ഇസ്രയേലിന്റെ 2 പ്രധാന യുദ്ധലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇസ്രയേലിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് നടപ്പാക്കി. അടുത്ത ലക്ഷ്യം അതിലും മാരകമാണ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിച്ച് പുതിയ ഭരണകൂടം സ്ഥാപിക്കുക. അത്തരമൊരു നീക്കം ഏതു നിമിഷവും ഉണ്ടായേക്കാമെന്ന ആശങ്ക ഇറാനുണ്ട്. ഈ സാധ്യത കൂടി മുന്നിൽ കണ്ടാവും ഇറാൻ തുടർ നടപടികൾ സ്വീകരിക്കുക. ഇറാന് മുന്നിൽ 3 വഴികളുണ്ടെന്ന് വിലയിരുത്തുന്നു. 1. അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെയുള്ള ശക്തമായ തിരിച്ചടി. പശ്ചിമേഷ്യയിൽ 20ഓളം അമേരിക്കൻ താവളങ്ങളും വിവിധ ട്രൂപ്പുകളിലായി 40,000-ലധികം അമേരിക്കക്കാരുമുണ്ട്. ഇവയ്ക്കു നേരെ ആക്രമണം നടത്താനുള്ള ശേഷി ഇപ്പോഴും ഇറാനുണ്ട്. പക്ഷേ ഇത് അമേരിക്കയെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമാകും. രണ്ടാമത്തെ വഴി അമേരിക്കയ്ക്കു നേരെയുള്ള പ്രത്യാക്രമണം ഒഴിവാക്കി നയതന്ത്ര വഴി സ്വീകരിക്കുക എന്നതാണ്. അത് അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാകും. തുടർന്ന് അമേരിക്ക വെക്കുന്ന ഇസ്രയേൽ അനുകൂല വ്യവസ്ഥകളെല്ലാം അംഗീകരിക്കേണ്ടി വരും. ഇറാനിൽ ഭരണകൂടത്തിനുള്ള പിന്തുണയും നഷ്ടമാകും. ഈ വഴി സ്വീകരിക്കാനുള്ള സാധ്യത കുറവാണ്. മൂന്നാമത്തെ വഴി തന്ത്രപരമായ പിൻവാങ്ങലാണ്. വലിയ ആക്രമണത്തിന് മുതിരാതെ സംഘർഷ സാഹചര്യം നിലനിർത്തുക. സാവധാനം അവസരം നോക്കി തിരിച്ചടിക്കുക. ഇതിൽ ഏതു വഴിയാവും ഇറാൻ സ്വീകരിക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇറാന്റെയും പശ്ചിമേഷ്യയുടെയും ഭാവി നിർണ്ണയിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇറാനിൽ നിന്നും സുരക്ഷിതമായി തിരിച്ചെത്താൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് മലപ്പുറം പന്തല്ലൂർ മുടിക്കോട് സ്വദേശിനി ഫാദില മുഹമ്മദ്. ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ സമയം മുതൽ വലിയ ആശങ്കയായിരുന്നു. ഇന്റർനെറ്റിനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾക്കും നിയന്ത്രണം ഉണ്ടായിരുന്നതിനാൽ ഇറാൻ നിർമ്മിത ആപ്പ് വഴിയായിരുന്നു വീട്ടുകാരുമായി സംസാരിച്ചിരുന്നത്. യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ തുടർ പഠനത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുവെന്നും ഫാദില പറഞ്ഞു. ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ സംഘത്തിലെ ആദ്യ മലയാളികളിൽ ഒരാളാണ് ഫാദില. ഞങ്ങളിപ്പോൾ ആദ്യം രാത്രിക്ക് ഫുള്ള് സൗണ്ട് കേൾക്കും, എക്സ്പ്ലോഷൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. പിന്നെ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി വേഗം ഞങ്ങൾ വേഗം മാറ്റി, കുമ്മക്ക് മാറ്റി. പിന്നെ അവിടുന്ന് മഷദിക്ക്, പിന്നെ അവിടെ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ ഞങ്ങൾ പോകുന്നത്. ആദ്യം സൗണ്ടൊക്കെ നല്ല കേൾക്കുമ്പോൾ പഠിച്ചിനും പിന്നെ എല്ലാവരും ഒപ്പം ഉണ്ടായിക്കൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നമില്ല. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണ്? ഭക്ഷണത്തിനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഭക്ഷണത്തിനൊക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അപ്പത്തിന് അവർ നല്ല ഞങ്ങൾ നോക്കിന്. അപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. 4 വർഷത്തോട് ബാക്കിയുണ്ടല്ലേ ഇവിടെ? അവിടെ മലയാളികൾ വേറെ ഉണ്ടായിരുന്നു? ഒപ്പം ഉണ്ടായിരുന്നു മലയാളികളൊക്കെ? എൻ്റെ യൂണിവേഴ്സിറ്റി ഇല്ല, വേറെ യൂണിവേഴ്സിറ്റിയിൽ കുറേ 11 പേരൊക്കെ ഉണ്ടായിരുന്നു മലയാളീസൊക്കെ. ഇങ്ങനെ അറ്റാക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വന്നിരുന്നു പുറത്ത് പോകരുത്? അങ്ങനെ കുറേ നമുക്ക് റെസ്ട്രിക്ഷൻ കുറേ തന്നെ, നമുക്ക് എങ്ങോട്ടേക്ക് പോകണ്ടൊക്കെ കുറേ പറഞ്ഞു. സൗണ്ട് കേൾക്കുമ്പോൾ എല്ലാവരോടും ബേസ്മെന്റ് അടിയിലേക്ക് പോകാനൊക്കെ പറയാം. നമ്മൾ താമസിക്കുന്നിടത്തൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. സൗണ്ട് മാത്രം കേൾക്കുന്നു, അങ്ങനെയൊന്നും വലിയൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ എംബസി ഒക്കെ ഒപ്പം ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ ഫുള്ള് സേഫ് ചെയ്യുന്നു. വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും വിളിക്കുമ്പോൾ സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നോ? അതിന് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ വാട്സപ്പും ടെലിഗ്രാം ഫുള്ള് ബ്ലോക്ക് ആക്കിയിരുന്നു. അപ്പോൾ ഇറാൻ ആപ്പ് മാത്രമേ അവിടുത്തെ ആപ്പ് വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. ഇന്ത്യൻ എംബസിൻ്റെ വഴി കൂടെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ എന്ന് പോകാൻ ഒരാശങ്കയുണ്ടോ പഠനത്തിൻ്റെ കാര്യത്തിൽ? ഇനി അറിയില്ല ഒന്നും. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു, എക്സാമൊക്കെ ഫുള്ള് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതിനെ പറ്റി ഒന്നും അറിയില്ല. മിക്കവാറും എല്ലാവരും പറയുന്നത് ഓൺലൈൻ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. യുദ്ധം ശരിക്കും ഇവരുടെ പഠനത്തെയും ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അനിശ്ചിതത്തിലാക്കിയിരിക്കുകയാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്. രാജ്ഭവൻ സർക്കാർ പോര് CPM BJP നേർക്കുനേർ ഏറ്റുമുട്ടലായി പടരുകയാണ്. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി V ശിവൻകുട്ടിക്കെതിരായ BJP പ്രതിഷേധം വ്യാപിക്കുന്നു. തിരുവനന്തപുരത്ത് മന്ത്രി ശിവൻകുട്ടിക്കെതിരെ ABVP പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോൾ കൊച്ചിയിൽ ഗവർണർക്കെതിരെ SFIയും പ്രതിഷേധവുമായി രംഗത്തെത്തി. അതേസമയം രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ABVPയുടെ സമരമെന്ന് V ശിവൻകുട്ടി ആരോപിച്ചു. പോലീസ് പരമാവധി സംയമനം പാലിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി V ശിവൻകുട്ടി നടത്തിയ പ്രതികരണത്തിനെതിരെ
BJP ABVP പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധങ്ങൾ പ്രതിരോധിക്കാൻ DYFIയും SFIയും തെരുവിലിറങ്ങിയതോടെയാണ് നേർക്കുനേർ ഏറ്റുമുട്ടലിന് വഴി തുറന്നത്. എറണാകുളം കുറുപ്പുംപടിയിൽ വേങ്ങൂർ രാജഗിരി കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർക്ക് നേരെ മുദ്രാവാക്യം മുഴക്കിയ SFI പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. കുസാറ്റ് ക്യാമ്പസിൽ മറൈൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പാസിംഗ് ഔട്ട് പരേഡിനെത്തിയപ്പോഴും ഗവർണർക്ക് നേരെ SFI പ്രതിഷേധം തുടർന്നു. തമ്പാനൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ CPM BJP ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് ABVP തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകരെ കൂടുതൽ പോലീസെത്തി ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. വിവാദം പുകയുന്നതിനിടെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചന നൽകി ഗവർണർ രംഗത്ത് വന്നു. ഭാരതാംബ സങ്കല്പം കൂടുതൽ ശക്തമായത് അടിയന്തരാവസ്ഥക്കാലത്താണെന്നും കുട്ടിക്കാലം മുതൽ RSS ആഭിമുഖ്യമുണ്ടെന്നും ജന്മഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വ്യക്തമാക്കി. അതേസമയം തനിക്കെതിരായ പ്രതിഷേധങ്ങളിൽ രാജ്ഭവനിലെ 2 RSSകാർക്ക് പങ്കുണ്ടെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ ആരോപണം. RSS പതാകയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്താനൊഴികെയുള്ള ഏതാവശ്യത്തിനും നിവേദനം നൽകിയാൽ പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു. ഇത് രാജഭവനിൽ നിന്ന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അനുസരിച്ചാണല്ലേ അവര് ABVPക്കാർ ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു പ്രശ്നമല്ലല്ലോ. ഇരു വിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ഗവർണറും മന്ത്രി ശിവൻകുട്ടിയും പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികൾക്കുൾപ്പെടെ സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. നിലമ്പൂരിൽ നാളെ വിധി ദിനം. പുതിയ MLA ആരെന്ന് 11 മണിയോടെ അറിയാം. 263 പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ 19 റൗണ്ടുകളിലായാണ് എണ്ണുക. LDFും UDFും PV അൻവറും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് അവസാന ദിവസവും നിലമ്പൂരിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടപടികൾക്കായി ചുങ്കത്തറ മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ എല്ലാ അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 263 ബൂത്തുകളിലെ വോട്ടുകൾ ഇവിടെ 19 റൗണ്ടുകളായിട്ടായിരിക്കും എണ്ണുക. ഒരു റൗണ്ടിൽ 14 ടേബിളുകളാണ് ഉള്ളത്. അതുതന്നെ ആദ്യത്തെ ഒരു 3 പഞ്ചായത്തുകൾ വഴിക്കടവ്, മൂത്തേടം, എടക്കര പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യ ഒരു 8-9 റൗണ്ട് ആകുമ്പോഴേക്കും ഈ വഴിക്കടവ്, മൂത്തേടം, എടക്കര പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാകും. UDF ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് ഈ വഴിക്കടവിലും മൂത്തേടത്തും എടക്കരയിലും എന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്രമാത്രം UDFന് ലീഡ് നേടാൻ കഴിയുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ LDF പ്രതീക്ഷ അർപ്പിക്കുന്ന പോത്തുകല്ല്, അമരമ്പലം, കരുളായി തുടങ്ങിയ പഞ്ചായത്തുകൾ അവസാന ഭാഗത്ത്. പോത്തുകല്ലിന് ശേഷമാണ് ചുങ്കത്തറയും നഗരസഭയും, അതിനുശേഷമാണ് കരുളായിയും അമരമ്പലവും വരുന്നത്. അപ്പോൾ ആദ്യ റൗണ്ടുകളിൽ UDF നേടുന്ന ലീഡ് അത് അവസാന റൗണ്ടുകളിൽ LDFന് മറികടക്കാൻ കഴിയുന്നതാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് വഴിക്കടവിലും മൂത്തേടത്തും എടക്കരയിലും UDF വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവർ എന്ന ഫാക്ടർ അത് എത്രമാത്രം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നും കണ്ടു തന്നെ അറിയണം. വഴിക്കടവിലും മൂത്തേടത്തും പോത്തുകലിലും അമരമ്പലത്തിലുമൊക്കെ അൻവർ ശക്തമായ പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെല്ലാം മേഖലകളിൽ നിന്ന് വോട്ടുകൾ അൻവറിന് അനുകൂലമായി ചോരുമെന്ന കാര്യത്തിൽ ഇരു മുന്നണികൾക്കും ഇപ്പോഴും കൃത്യമായ ധാരണയില്ല. വഴിക്കടവിൽ നിന്നും മൂത്തേടത്തു നിന്നും അൻവർ UDFിൽ നിന്നും കൂടുതൽ വോട്ട് സമാഹരിച്ചാൽ തെരഞ്ഞെടുപ്പ് ഫലം LDFന് അനുകൂലമാകും. അതോടൊപ്പം തന്നെ പോത്തുകല്ലിൽ നിന്നും അമരമ്പലത്തും അൻവറിന് അനുകൂലമായി LDFിൽ വോട്ടുകൾ ചോർന്നാൽ ഫലം ഒരുപക്ഷെ UDFന് അനുകൂലമാകും. അപ്പോൾ അൻവർ ഏതെല്ലാം മേഖലയിൽ നിന്ന് വോട്ടുകൾ നേടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ എക്സ് ഫാക്ടറായിട്ട് നിലനിൽക്കുന്ന കാര്യം. നാളെ രാവിലെ 8 മണിയോടെയാണ് ഈ കൗണ്ടിംഗ് നടപടികൾ ആരംഭിക്കുക. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാകും, അതിനുശേഷമായിരിക്കും മറ്റ് ബാലറ്റുകളുടെ കൗണ്ടിംഗ് തുടങ്ങുക. ഏറ്റവും പ്രധാനം ആദ്യത്തെ 2 മണിക്കൂർ തന്നെയാണ്. കാരണം UDF വഴിക്കടവിലും മൂത്തേടത്തും നേടുന്ന ലീഡ് അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എവിടേക്ക് പോകുമെന്നതിൽ നിർണായകമായിരിക്കുക. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള എല്ലാ പ്രതീക്ഷകളും നേരത്തെ തന്നെ പങ്കുവച്ചതാണെന്ന് LDF സ്ഥാനാർത്ഥി M. സ്വരാജ്. ഇനി വോട്ട് എണ്ണിക്കഴിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നും ഇന്ന് മാധ്യമങ്ങളോട് സ്വരാജ് പറഞ്ഞു. നാളെ വോട്ടെണ്ണി കഴിഞ്ഞ ശേഷം പ്രതികരിക്കാം. അല്ല, ഇന്നലെ പറഞ്ഞല്ലോ, ഒരു പുതിയ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലല്ലേ പ്രതികരിക്കാറുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം പ്രതികരിച്ചു കഴിഞ്ഞതാണ്. ആ പറഞ്ഞ കാര്യങ്ങളെ പറയാനുള്ളൂ. വീടല്ലേ അത് പറഞ്ഞിരിക്കുന്നു. അത് മിനിഞ്ഞാന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു ഉദ്വേഗവുമില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ നേടുന്ന വോട്ടുകൾ നിർണായകമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. 25,000 വോട്ടുകൾ അൻവർ നേടിയാൽ LDF വിജയിക്കും. ഹിന്ദു വോട്ടുകൾ സ്വരാജിലേക്കും മുസ്ലിം വോട്ടുകൾ അൻവറിലേക്കും കേന്ദ്രീകരിക്കുന്ന സാഹചര്യങ്ങൾ നിലമ്പൂരിലുണ്ടായി. സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറയാനാവില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അൻവർ ഒരു 25,000 വോട്ട് പിടിക്കുമെങ്കിൽ LDF സ്ഥാനാർത്ഥിക്കുള്ള വിജയസാധ്യത ഏറെ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ ഒരു ശക്തമായ ഒരു അടിയൊഴുക്ക് നടക്കുന്നുണ്ട്. ഹിന്ദു മുസ്ലിം വികാരം അവിടെ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. ആ ഹിന്ദു മുസ്ലിം വികാരം ഉണ്ടാകാവുന്ന രീതിയിലുള്ള ചില മുൻ പ്രവൃത്തികൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രതിഷേധപൂർവകമായിട്ട് ഹിന്ദുക്കളുടെ ഒരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയിൽ ഈ പറഞ്ഞ വോട്ട് വേണ്ടത്ര അവർക്ക് കിട്ടുകയില്ല. അവരിലുള്ള ഹിന്ദുക്കൾ പോലും ഇന്ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. നിലമ്പൂർ വീണ്ടും ചുവപ്പിക്കാൻ സ്വരാജിനാകും. പിടിച്ചെടുക്കാൻ കച്ചകെട്ടിയ ഷൗക്കത്തിനൊപ്പം നിലമ്പൂരിന്റെ മനസ്സുണ്ട്. അൻവർ ആരുടെ വിധി നിർണയിക്കും? മലയോരം തുണയ്ക്കുമോ മോഹൻ ജോർജിനെ? ആവേശപ്പോരിലെ കണക്കെടുപ്പിന്റെ ഓരോ നിമിഷവും ന്യൂസ് 18. നിലമ്പൂരംഗം വിധി ദിനം ജൂൺ 23 തിങ്കളാഴ്ച രാവിലെ 6 മുതൽ തത്സമയം. ന്യൂസ് 18, ദി ഇലക്ഷൻ എക്സ്പെർട്ട്. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതോടെ സുരേഷ് ഗോപി ചിത്രത്തിന്റെ റിലീസ് അനിശ്ചിതത്വത്തിൽ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് മാറ്റണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പേര് മാറ്റാൻ കഴിയില്ലെന്നാണ് നിർമ്മാതാക്കളുടെ നിലപാട്. സിനിമയ്ക്ക് പിന്തുണയുമായി FEFCയും രംഗത്ത് വന്നു. വീണ്ടും കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ അത് നമ്മളോട് പുതിയൊരു കാര്യം പറയും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രമായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കാണ് കേന്ദ്ര സെൻസറിംഗ് ബോർഡ് അനുമതി നിഷേധിച്ചത്. ജാനകി എന്നത് ഹൈന്ദവ ദൈവമായ സീതയുടെ പേരാണെന്നും അത് മാറ്റണമെന്നുമാണ് സെൻസറിംഗ് ബോർഡ് മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്നാൽ പേര് മാറ്റാൻ കഴിയില്ലെന്നും നിർമ്മാതാക്കൾ സെൻസർ ബോർഡിനെ അറിയിച്ചു. ഇതോടെ ചിത്രത്തിന്റെ പ്രദർശനാനുമതി തടയുകയായിരുന്നു. വെള്ളിയാഴ്ച ചിത്രം തിയേറ്ററുകളിൽ എത്താനിരിക്കെ സെൻസർ ബോർഡ് ഇടപെടൽ റിലീസ് അനിശ്ചിതത്വത്തിലാക്കി. ചിത്രത്തിന് പിന്തുണയുമായി FEFCA രംഗത്ത് വന്നു. നിയമ നടപടിയടക്കം ആലോചനയിലുണ്ട്. സിനിമയുടെ പേര് മാത്രമല്ല കഥാപാത്രത്തിന്റെ പേര് മാറ്റുവാനും നിർദ്ദേശമുള്ളതായി FEFCA ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. CBFCക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഈ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടാണ് നമ്മളും സിനിമയുടെ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, അത് സർട്ടിഫിക്കേഷൻ നടത്തുന്നത്. ആ ഗൈഡ് ലൈനിലൊന്നും ഇങ്ങനൊരു സംഗതി ഇല്ല. പത്മകുമാർ എന്ന നടൻ, അദ്ദേഹം എടുത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് ഇതേ വിധി ഉണ്ടായിട്ടുണ്ട്. അതിലും ജാനകിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. ഒന്നുകിൽ എബ്രഹാമിനെ രാഘവനോ കൃഷ്ണനോ ആക്കുക, അല്ലെങ്കിൽ ജാനകിയുടെ പേര് മാറ്റുക. അദ്ദേഹം ജാനകിയെ ജയന്തി എന്ന് മാറ്റിയതിനു ശേഷമാണ് സർട്ടിഫിക്കേഷൻ നടന്നിരിക്കുന്നത്. പ്രവീൺ നാരായണന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനും മുഖ്യവേഷത്തിലെത്തുന്ന കോർട്ട് റൂം ത്രില്ലർ ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ന്യൂസ് 18 കൊച്ചി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പ്രദർശനാനുമതി തടഞ്ഞ സെൻസർ ബോർഡ് നടപടി പ്രതിഷേധാർഹവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനവുമാണെന്ന് ഡിവൈഎഫ്ഐ. ജാനകി എന്ന പേര് പുരാണത്തിലെ സീതയുടെ പേരാണെന്ന കാരണം പറഞ്ഞാണ് ചിത്രത്തിന് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിലപാട് വ്യക്തമാക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ലഹരി ഉപയോഗത്തിനെതിരെ സിനിമാ പ്രവർത്തകരിൽ നിന്ന് സത്യവാങ്മൂലം എഴുതി വാങ്ങുമെന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനം മികച്ചതെന്ന് നടൻ ടൊവിനോ തോമസ്. സിനിമാ സെറ്റിൽ എന്നല്ല ഒരിടത്തും ലഹരി ഉപയോഗിക്കരുതെന്നാണ് നിലപാടെന്നും ടൊവിനോ പറഞ്ഞു.
ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ? അത് ലൊക്കേഷനിലല്ല എവിടെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവതിയെ സഹോദരൻ അടിച്ചുകൊന്ന സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. പ്രതി ഷംസാദ് ചെമ്പഴന്തി അണിയൂരിൽ അടിപിടി ഉണ്ടാക്കിയിരുന്നു. പോലീസിനെ ഭയന്ന് ഒളിവിൽ കഴിയാനാണ് മണ്ണന്തലയിൽ റൂമെടുത്തത്. പിതാവിന്റെ ചികിത്സയ്ക്ക് എത്തിയെന്ന കള്ളക്കഥയ്ക്ക് ബലം കൂട്ടാനാണ് സഹോദരിയെ കൂടെ കൊണ്ടുവന്നതെന്നും മൊഴി. ഈ മാസം 14 മുതലാണ് പോത്തൻകോട് സ്വദേശിനി ഷെഫീന മണ്ണന്തലയിൽ സഹോദരനൊപ്പം താമസത്തിനെത്തിയത്. പിതാവിന്റെ ചികിത്സയുടെ ആവശ്യത്തിനെന്ന പേരിലായിരുന്നു പ്രതി ഷംഷാദ് ഇവിടെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തത്. ഈ കള്ളക്കഥയ്ക്ക് ബലം ലഭിക്കാനാണ് സഹോദരിയെ അപ്പാർട്ട്മെന്റിൽ ഒപ്പം താമസിപ്പിച്ചത്. എന്നാൽ ചെമ്പഴന്തി അണിയൂരിൽ അടിപിടിയുണ്ടാക്കിയ ഷംഷാദ് കേസിൽ പോലീസിനെ ഭയന്ന് ഒളിവിൽ കഴിയാനാണ് അപ്പാർട്ട്മെന്റ് എടുത്തതെന്നാണ് കണ്ടെത്തൽ. ഇന്നലെ മാതാപിതാക്കൾ അപ്പാർട്ട്മെന്റിലെത്തിയപ്പോഴാണ് ഷെഫീനയെ കട്ടിലിന് താഴെ മരിച്ചു കിടക്കുന്ന നിലയിൽ കാണുന്നത്. സംശയം തോന്നിയതോടെ മണ്ണന്തല പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ സഹോദരൻ ഷംഷാദ് യുവതിയെ അടിച്ചു കൊല്ലുകയായിരുന്നെന്നാണ് വിവരം. സംഭവ സമയത്ത് ഷംഷാദും സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖും അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. ഇയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഷെഫീനയുടെ ശരീരത്തിൽ മർദ്ദനത്തിൽ പരിക്കേറ്റ പാടുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം കൊലപാതകം നടന്ന ഫ്ളാറ്റിൽ ഫിംഗർ പ്രിന്റ് വിദഗ്ധരെത്തി പരിശോധന നടത്തി. പ്രതികളെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ശേഷം കസ്റ്റഡിയിൽ വാങ്ങി അടുത്ത ദിവസം തെളിവെടുപ്പ് നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് ചന്തേരയിൽ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് 21-കാരൻ മരിച്ചു. വലിയപറമ്പ് കന്നുവീട് കടപ്പുറത്തെ വാസുദേവാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ആദിത്യന്റെ നില ഗുരുതരമാണ്. ചന്തേര GUP സ്കൂളിന് സമീപമായിരുന്നു അപകടം. മുന്നിലുണ്ടായിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ടുമറിഞ്ഞ ബൈക്കിൽ നിന്ന് ഇരുവരും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. സൈക്കിളിൽ നിന്ന് ഇറങ്ങവേ അടിതെറ്റി വീണയാൾ ടിപ്പർ ലോറിക്കടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പയ്യന്നൂർ സൗത്ത് ബസാർ വിടോബ അമ്പലത്തിന് സമീപമായിരുന്നു സംഭവം. അമേരിക്കയും ഇസ്രയേലും ലോകത്തിന്റെ രക്ഷകർ റോളിൽ നിന്ന് സ്വയം പിന്മാറണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. നിങ്ങളെ ആരും ആ ജോലി ഏൽപ്പിച്ചിട്ടില്ല. സ്വതന്ത്ര റിപ്പബ്ലിക് രാജ്യമായി ഇറാനിൽ കയറി ആക്രമിച്ച ശേഷം ഇനി സമാധാനം എന്ന ട്രംപിന്റെ നിലപാട് തോന്നിവാസമാണെന്നും മുഹമ്മദ് ബഷീർ MP ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. നിരുപാധികം ഇറാനൊപ്പം എന്നും നിരന്തരം പോരാടുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യമെന്നും MP കൂട്ടിച്ചേർത്തു. കണ്ണൂർ കായലോട് SDPI വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കില്ല. കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ 25-ലധികം SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. SDPI പ്രവർത്തകരുടെ സദാചാര ഗുണ്ടായിസത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും സുഹൃത്ത് റഹീസിന്റെ പരാതിയിലുമായി നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രതിപട്ടികയിലുള്ള 5 പേരിൽ 3 പേരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. സുനീർ, സക്രിയ എന്നീ മറ്റു 2 പ്രതികൾക്കായാണ് അന്വേഷണം. ഇവരെ കൂടാതെ കൂടുതൽ പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. തലശ്ശേരി ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം. ഇതിനിടയിൽ യുവതിയുടെ ആത്മഹത്യക്ക് കാരണം ആൺ സുഹൃത്ത് റഹീസാണെന്ന് ചൂണ്ടിക്കാട്ടി മാതാവ് നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണമാണ് മാതാവ് പരാതിയിൽ ഉന്നയിച്ചത്. റസീനയുടെ സ്വർണവും പണവും ആൺ സുഹൃത്ത് തട്ടിയെടുത്തെന്നും പരാതിയിലുണ്ട്. എന്നാൽ അന്വേഷണത്തിൽ ഇതിന് തെളിവുകൾ കണ്ടെത്താനായില്ല. യുവതിയുടെയും ആൺ സുഹൃത്തിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരാതി നൽകാൻ ഇടയായതെന്നത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുവരെ കേസിൽ ഉൾപ്പെട്ടവരെല്ലാം SDPI പ്രവർത്തകരാണ്. മറ്റാരുടെയെങ്കിലും സമ്മർദ്ദത്തിലാകാം പരാതിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്.
ഇതിനിടയിൽ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ 25-ലധികം SDPI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. പാർട്ടിക്ക് താലിബാനിസമെന്ന് പറഞ്ഞ് CPM മുദ്ര കുത്തുന്നുവെന്ന് SDPI. കണ്ണൂർ കായലോട്ടെ യുവതിയുടെ ആത്മഹത്യയിൽ CPMന് പ്രത്യേക അജണ്ടയുണ്ടെന്നും അത് BJPക്ക് ഗുണം ചെയ്യുന്ന പരിപാടിയാണെന്നും SDPI ആരോപിച്ചു. ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്ത പരിചയമില്ലാത്ത നൂലിൽ കെട്ട് ഇറക്കിയ ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ചിലപ്പോൾ ഈ നാട്ടിലെ കണ്ണൂരിൻ്റെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരു അറിവില്ലായ്മ ഉണ്ടാവും. പക്ഷെ അറിവില്ലായ്മ ഒരു അഹങ്കാരമായി, ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത്. അദ്ദേഹം അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു അലങ്കാരമായി അദ്ദേഹം കൊണ്ടു നടക്കരുത്. 2047 ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനാണ് ഞങ്ങൾ പണിയെടുക്കുന്നതെന്നൊക്കെ വിടുവായത്വം പറയുമ്പോൾ അതിന് തെളിവ് പറയണം. SDPIയുടെ ഏതെങ്കിലും പ്രസംഗങ്ങളിൽ, ഏതെങ്കിലും ലേഖനങ്ങളിൽ, ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ ഇദ്ദേഹത്തിന് ഇത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പഹൽഗാം ഭീകരാക്രമണ കേസിൽ 2 പേർ അറസ്റ്റിൽ. ഭീകരർക്ക് സഹായം നൽകിയ പഹൽഗാം സ്വദേശികളായ പർവേസ് അഹമ്മദ് ജോത്തർ, ബഷീർ അഹമ്മദ് ജോത്തർ എന്നിവരെയാണ് NIA അറസ്റ്റ് ചെയ്തത്. പാക് പൗരന്മാരായ 3 പേരാണ് ആക്രമണം നടത്തിയതെന്നാണ് അറസ്റ്റിലായവരുടെ മൊഴി. ഇവർക്ക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയുമായി ബന്ധമുണ്ടെന്ന് അറസ്റ്റിലായവർ മൊഴി നൽകിയതായും NIA അറിയിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കുള്ള വ്യോമപാത അപകടരഹിതമാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. ഉയരം കൂടിയ കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ, മരങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. വിമാനത്താവളത്തിന്റെ 20 കിലോമീറ്റർ പരിധിയിലെ തടസ്സങ്ങളാണ് നീക്കുന്നത്. വിമാനങ്ങളുടെ ലാൻഡിംഗും ടേക്ക് ഓഫും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തുടനീളമുള്ള വ്യോമഗതാഗതം കൂടുതൽ സുഗമവും സുരക്ഷിതവുമാക്കാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ വ്യോമപാതയിൽ പൈലറ്റുമാർക്ക് കാഴ്ച മറക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളും മരങ്ങളും ഉൾപ്പെടെ 1064 തടസ്സങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ 646 ഉടൻ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ട്. വ്യോമപാത അപകടരഹിതമാക്കാനുള്ള നടപടികൾ 2 വർഷം മുമ്പേ തുടങ്ങിയിരുന്നു. 141 തടസ്സങ്ങളാണ് കണ്ടെത്തിയത്. വേളിയിലെ വ്യാപാര സ്ഥാപനത്തിലെ 31 മീറ്റർ ഉയരമുള്ള ചിമിനി ലാൻഡിംഗിന് തടസ്സമായതിനാൽ ഓൾസൈഡ് ഭാഗത്തെ റൺവേയിലൂടെ നിലവിൽ ലാൻഡിംഗ് ഒഴിവാക്കിയിട്ടുമുണ്ട്. വിമാനത്താവളത്തിന് ചുറ്റുമുള്ള ഉയരം കൂടിയ മരങ്ങൾ, കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ, മിന്നൽ രക്ഷാചാലകങ്ങൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. വള്ളക്കടവ്, ഓൾസൈൻഡ്, ബാലനഗർ, ചാക്കാശംഖുമുഖം റോഡ്, ചിത്രാഞ്ജലി സ്റ്റുഡിയോ, എയർഫോഴ്സ് സ്റ്റേഷൻ, ഐശ്വര്യനഗർ, ജഡ്ജിക്കുന്ന് എന്നിവിടങ്ങളിലെ തടസ്സങ്ങളാണ് നീക്കം ചെയ്യുന്നത്. 4358 മരങ്ങളും 14 കെട്ടിടങ്ങളും നീക്കം ചെയ്തു കഴിഞ്ഞു. അപകട ഭീഷണി ഉയർത്തിയ കെട്ടിടങ്ങൾ നീക്കം ചെയ്യാൻ ഉടമകൾക്ക് 4 കോടി രൂപയോളം നഷ്ടപരിഹാരം നൽകിയിരുന്നു. വ്യോമപാതയ്ക്ക് ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള കെട്ടിടങ്ങൾ, മരങ്ങൾ എന്നിവ നീക്കം ചെയ്യാൻ DGCAക്ക് ഉത്തരവിടാം. 60 ദിവസത്തിനുള്ളിൽ മാറ്റിയില്ലെങ്കിൽ കലക്ടർക്ക് ഇവ നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട്. സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 100 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനാണ് തുക. ഈ വർഷം ബജറ്റിൽ സപ്ലൈകോയ്ക്ക് 250 കോടി രൂപ നീക്കിവച്ചിരുന്നു. ഇപ്പോൾ തുക അനുവദിച്ചതിലൂടെ ഓണക്കാലത്തേക്ക് അടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ സംഭരണം മുൻകൂട്ടി ഉറപ്പാക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുന്ന ആശമാരുമായി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ചർച്ച നടത്തും. ഈ മാസം 30 രാവിലെ 10:30 ചർച്ച. എല്ലാ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമായും വിദഗ്ധ സമിതി ചർച്ച നടത്തും. ആശമാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ സർക്കാർ സമിതിയെ നിയോഗിച്ചിരുന്നു. ആരോഗ്യം, തൊഴിൽ, ധനം തുടങ്ങിയ വകുപ്പുകളിൽ ഉദ്യോഗസ്ഥരടങ്ങുന്നതാണ് സമിതി. ഈ സമിതി ആശമാരുമായും മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കളുമായും ചർച്ച നടത്തിയ ശേഷം സർക്കാരിനെ തീരുമാനം അറിയിക്കും. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളം കാണാം. ദിൽന ചേരും.